അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിന മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, ശ്രോതാക്കളെ, നമ്മൾ അറബി ഭാഷ പഠന കോഴ്സിലെ 7ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അതിൻ്റെ തംരീനിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ആ പാഠഭാഗം നിങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി നമുക്ക് തമാരീൻ. എന്തായിരുന്നു തമാരീൻ? ഓർത്തു നോക്കൂ. തംരീൻ എന്നതിൻ്റെ ബഹുവചനമാണ് തമാരീൻ, അല്ലേ? നമുക്ക് പാഠഭാഗത്ത് കൊടുത്ത പരിശീലനങ്ങളാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരി, ഇഖ്റ വക്തുബ് ഇതൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും സമയം കൊടുക്കേണ്ടതില്ല, അല്ലേ? ഇഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ് എന്നതാണ്. എന്താണ് നമ്മൾ വായിക്കേണ്ടത്? ഇവിടെ വായിക്കേണ്ടത്, അതിൻ്റെ അർത്ഥം ഞാൻ പറയും, നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് ഞാൻ വായിക്കുമ്പോൾ അത് തന്നെയാണോ നിങ്ങൾ വായിച്ചത് എന്ന് മനസ്സിലാക്കുക. ഇത് മദ്രസയാണ്, അത് ജാമിഅയാണ്, അല്ലേ? ഇത് മദ്രസയാണ്, അത് ജാമിഅയാണ്. അത് കഴുതയാണ്, അത് പശുവാണ്. അതൊരു പള്ളിയാണോ? മൂന്നാമത്തേത്, അതൊരു പള്ളിയാണോ? അല്ല, അത് മദ്രസയാണ്. ഇതൊട്ടകമാണ്. അത് ഒരു പെണ്ണൊട്ടകമാണ്. ഇത് മദ്രസയാണ്, ഇത് അധ്യാപികയാണ്, അത് വിദ്യാർത്ഥിയാണ്. ഇത് നായയാണ്, അത് പൂച്ചയാണ്. ഇത് മുഅദ്ദിനിൻ്റെ വീടാണ്, അത് കച്ചവടക്കാരൻ്റെ തോട്ടമാണ്. ഇങ്ങനെയാണ്, ഈ ഒരു ആശയത്തിലാണ് ഇതെന്ത് ചെയ്യേണ്ടത്, നമുക്ക് വായിക്കാനുള്ളത്. എങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വായനാ രീതി? എങ്ങനെയായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹാദിഹി മദ്റസത്തുൻ. യെസ്, ഹാദിഹി മദ്റസത്തുൻ വതിൽക ജാമിഅത്തുൻ. അങ്ങനെ തന്നെയാണോ നിങ്ങൾ വായിച്ചത്? ഹാദിഹി മദ്റസത്തുൻ വതിൽക ജാമിഅത്തുൻ. ഇത് മദ്രസയാണ്, അത് ജാമിഅയാണ്. സ്കൂൾ, അതിനാണ് മദ്രസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാമിഅ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. ദാലിക ഹിമാറുൻ. ദാലിക ഹിമാറുൻ, അത് കഴുതയാണ്. വതിൽക ബഖറത്തുൻ, അത് പശുവാണ്. എന്താണ് ഇതിൽ അർത്ഥമാക്കുന്നത്? ദാലിക, അത് പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നു, അത് എന്നതിന്. വതിൽക ബഖറത്തുൻ, ബഖറത്ത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നത് കൊണ്ട് തിൽക ഉപയോഗിക്കണം. വതിൽക ബഖറത്തുൻ. അദാലിക മസ്ജിദുൻ. അദാലിക മസ്ജിദുൻ, അത് പള്ളിയാണോ? അത് പള്ളിയാണോ? ലാ തിൽക മദ്റസത്തുൻ, അത് മദ്രസയാണ്. ലാ തിൽക മദ്റസത്തുൻ, അത് മദ്രസയാണ്, അഥവാ സ്കൂളാണ്, അല്ലെങ്കിൽ ദീനി സ്ഥാപനം. എന്നൊക്കെ നമ്മൾ മദ്രസ എന്ന് ഉപയോഗിക്കും. ആ രൂപത്തിലൂടെ തന്നെ വിശാലമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തേത് ഹാദാ ജമലുൻ. നോക്കൂ, ഹാദാ ജമലുൻ. ജമൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം തന്നെയാണ്, പക്ഷേ ഒട്ടകത്തിലെ പുരുഷ വിഭാഗത്തെയാണ് എന്ത് ചെയ്യുന്നത്? ജമൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വതിൽക നാഖത്തുൻ, പെണ്ണൊട്ടകത്തിന് പറയുന്നതാണെന്ത്? നാഖത്ത്. ഖുർആനിൽ നാഖത്തുല്ലാഹി വസുഖിയാഹ, അല്ലേ? വതിൽക നാഖത്തുൻ. നാഖത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകം, ഒട്ടകത്തിലെ പെൺവിഭാഗത്തെ, പെണ്ണൊട്ടകത്തെയാണത് അറിയിക്കുന്നത്. ശരി, അടുത്തെന്താണ്? ഹാദിഹി മദ്റസത്തുൻ, അല്ലേ? വതിൽക ഹാദിഹി മദ്റസത്തുൻ വതിൽക ത്വാലിബത്തുൻ, ഇത് മദ്രസയാണ്. വതിൽക ത്വാലിബത്തുൻ, അതോ അത് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ മദ്രസ ഉണ്ട്, അവിടെ ഒരു വിദ്യാർത്ഥിനിയുണ്ട്. അപ്പോൾ ഇത് മദ്രസയാണ്, അത് വിദ്യാർത്ഥിനിയാണ്. വതിൽക ത്വാലിബ്. ഹാദാ കൽബുൻ, ഇത് നായയാണ്. വദാലിക ഖിത്തുൻ, അത് പൂച്ചയാണ്. ഹാദാ ബൈത്തുൽ മുഅദ്ദിനി, ഒരൽപ്പം
വലിയ സെൻറ്റൻസ് അല്ലേ. ഹാദാ ബൈത്തുൽ മുഅദ്ദിനി, ഇത് ബാങ്ക് വിളിക്കുന്ന ആൾക്കാണ് മുഅദ്ദിന് എന്ന് പറയാം അല്ലേ. ബാങ്ക് വിളിക്കുന്നയാളുടെ വീടാണിത്, മുഅദ്ദിനിൻ്റെ വീടാണത്. വതിൽക ഹദീഖത്തു താജിരി, അത് കച്ചവടക്കാരൻ്റെ തോട്ടമാകുന്നു, അത് കച്ചവടക്കാരൻ്റെ തോട്ടമാകുന്നു. യെസ്. എങ്കിൽ ഈ ഒരു സെൻറ്റൻസുകൾ വായിച്ചതിലൂടെ ഇതുപോലെ ഇതിന് സമാനമായ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിശോധിക്കണം. ഇത് ഖുർആനാണ് എന്നിങ്ങനെയാണ് പറയുക, അത് പേനയാണെന്ന് എങ്ങനെ പറയാം, നമുക്കറിയണം. ഹാദാ ഖുർആനുൻ വദാലിക ഖലമുൻ, ഇത് വീടാണ്, അത് പള്ളിയാണെന്ന് എങ്ങനെ പറയാം. ഹാദാ ബൈത്തുൻ വദാലിക മസ്ജിദുൻ എന്ന് പറയാൻ കഴിയണം. ഇതാണ് ഈ ഒരു കാര്യം നമുക്ക് അറിയുന്നുണ്ടോ, ഇത്തരം സെൻറ്റൻസുകൾ വായിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഈ ഒരു പരിശീലനം കൊണ്ട് അർത്ഥമാക്കും. ഇത് പേനയാണോ എന്നിങ്ങനെ ചോദിക്കുക. അഹാദാ ഖലമുൻ, അഹാദാ ഖലമുൻ, ഇത് പുസ്തകമാണോ എന്നിങ്ങനെ ചോദിക്കുക. അഹാദാ കിതാബുൻ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് അധ്യാപകൻ്റെ വീടാണ്, എങ്ങനെ പറയാം. ഹാദാ ബൈത്തുൽ മുദർരിസി, ഹാദാ ബൈത്തുൽ മുദർരിസി. അത് ഡോക്ടറുടെ വീടാണെന്ന് എങ്ങനെയാണ് പറയുക. വദാലിക ബൈത്തു തബീബി. ശരി, നമുക്കെന്ത് ചെയ്യാം, രണ്ടാമത്തെ തംരീനിലേക്ക് പ്രവേശിക്കാം. 2 എന്താണ്, അഷിർ ഇലൽ കലിമാത്തിൽ ആത്തിയ, അഷിർ ഇലൽ കലിമാത്തിൽ ആത്തിയ ബിസ്മി ഇഷാറത്തിൻ ലിൽ ബഈദി ദാലിക തിൽക. എന്താണ് അഷിർ ഇലൽ കലിമാത്തിൽ ആത്തിയ? അഷിർ എന്ന് പറഞ്ഞാൽ സൂചന നൽകുക, ചൂണ്ടുക എന്നാണ് ഇതിനർത്ഥം പറയാം. ചൂണ്ടുക, എന്താണ് ചൂണ്ടേണ്ടത്, എന്ത് ചൂണ്ടണം. ഇലൽ കലിമാത്തിൽ ആത്തിയ, താഴെയുള്ള കലിമത്തുകളിലേക്ക് ബിസ്മി ഇഷാറത്തിൻ ലിൽ ബഈദ്, ബഈദിൻ്റെ ഇസ്മു ഇഷാറ. അപ്പോൾ ഇസ്മു ഇഷാറ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇസ്മു ഇഷാറ ലിൽ ഖരീബ് പഠിച്ചിട്ടുണ്ട്. ഹാദാ ഹാദിഹി, അവ എന്തായിരുന്നു ഇസ്മു ഇഷാറ. ഹാദാ എന്നുള്ളത് ആൺ വിഭാഗത്തെ ചൂണ്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഹാദ, ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ പെണ്ണാണെങ്കിലോ ഹാദിഹി എന്നതാണ്. എങ്കിൽ ദൂരെ അത് എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഇഷാറത്ത് എന്ന സിഗ്നൽ എന്നാണ്. അതിനെ സൂചിപ്പിക്കാൻ എന്താണ് ഉപയോഗിക്കുക? ദാലിക, ദൂരെയുള്ളത്. പെണ്ണാണെങ്കിലോ തിൽക്ക. അപ്പോൾ ഇനി ഇത് എത്രത്തോളം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നതാണ് ഈ ഒരു തംരീനിലൂടെ പരിശോധിക്കുന്നത്. ശരി, ഒന്നാമത്തെ ഡാഷ് ഉമ്മുൻ, ഇവിടെ എന്ത് വേണം? ഡാഷ് ഉമ്മുൻ, ഇവിടെ എന്താ നമ്മൾ ചേർക്കേണ്ടത്? രണ്ടാമത്തെ ഡാഷ് അബുൻ, അവിടെ എന്ത് ചേർക്കണം? മൂന്നാമത്തെ ഡാഷ് കലമുൻ. യെസ്, ആദ്യത്തെ 3 എണ്ണം നമുക്ക് എന്ത് ചെയ്യുന്നു പരിശോധിക്കാം. ഒന്നിൽ എന്ത് വേണ്ടി വരും ഓർത്തു നോക്കൂ. ഇവിടെ എന്താ ചേർക്കേണ്ടത്? ദാലിക ഉമ്മുൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ. അവിടെ എന്താ വേണ്ടത്? തിൽക്ക ഉമ്മുൻ. കാരണം ഉമ്മ സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് കൊടുക്കണം നമ്മൾ? തിൽക്ക എന്നായിരിക്കണം അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ശരി, തിൽക്ക ഉമ്മുൻ. രണ്ടാമത്തേതിൽ എന്ത് കൊടുക്കണം നമ്മൾ? രണ്ടാമത്തേതിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് അബൺ, അബുൻ. അപ്പോൾ അത് ബാപ്പയാണ്, അത് പിതാവാണ് എന്നറിയിക്കാൻ എന്ത് കൊടുക്കണം നമ്മൾ? ദാലിക അബുൻ എന്നാണ് കൊടുക്കേണ്ടത്. ശരി, അത് പേനയാണെന്ന് കൊടുക്കാൻ എന്ത് വേണം? ദാലിക ഖലമുൻ എന്നാണ് പറയേണ്ടത്. ശരി, നാലാമത്തേത് ഇവിടെ എന്ത് കൊടുക്കണം നമ്മൾ? 4 മിൽഅഖത്ത്. മിൽഅഖത്ത് അതാണാണോ പെണ്ണാണോ എന്ന് നോക്കല്ലേ. മിൽഅഖത്ത് അത് മുഅന്നസാണ്. എങ്കിൽ അവിടെ എന്താ കൊടുക്കേണ്ടത്? തിൽക മിൽഅഖത്തുൻ. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ കൊടുത്തത്? യെസ്. അഞ്ചാമത്തേത് വായിക്കുമ്പോൾ നമ്മളെ വീണ്ടും എന്ത് ചെയ്യണം? ഒന്നും കൂടെ ചിന്തിപ്പിക്കുകയാണ്. ഐനുൻ, അവിടെ എന്താ കൊടുക്കേണ്ടത്? ഐനുൻ എന്നത് എവിടെ നമ്മൾ എന്ത് കൊടുക്കണം അവിടെ? ഐനുൻ, ഐൻ കണ്ണല്ലേ. കണ്ണാണാണോ പെണ്ണാണോ? മനുഷ്യ ശരീരത്തിൽ 2 എണ്ണം ഉണ്ട് കണ്ണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കൊടുക്കണം? ദാലിക ഐനുൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തിൽക ഐനുൻ എന്നാണ്. ശരി, ആറാമത്തേത് ഹജർ. ഹജർ എന്ന് പറഞ്ഞതാ കല്ലല്ലേ. ഹജറുൽ അസ്വദ് കേട്ടിട്ടില്ലേ? ശരി, അവിടെ എന്താ നമ്മൾ പറയാ? ദാലിക ഹജറുൻ എന്നാണ് കൊടുക്കേണ്ടത്. 7 ഖമീസ്. ഖമീസ് കുപ്പായം അല്ലേ, ഷർട്ട്. അവിടെ എന്താ? ദാലിക ഖമീസുൻ.
എട്ടാമത്തേത് 8 ഖിദർ. ഖിദർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? നമ്മൾ പോട്ട് അല്ലേ, പാത്രം, കലം, ചട്ടി, ഇതിനൊക്കെ ഖിദർ എന്ന് ഉപയോഗിക്കും. അത് ഏതർത്ഥത്തിലാണ്? അത് ആണാണോ പെണ്ണാണോ? ഓർത്തു നോക്കൂ. ഖിദർ ഹാദിഹി അല്ലേ, പെൺ വിഭാഗത്തെയാണ്. ഹാദിഹി ഖിദുറുൻ, ഹാദിഹി ഖിദുറുൻ. 9 നാഫിദത്തുൻ. അവിടെ എന്ത് വേണം? അപ്പോൾ ഖിദർ എന്നതിന് 8 അവിടെ തിൽക്ക ഖിദുറുൻ എന്നാണ് പറയേണ്ടത്. തിൽക്ക 8 ഖിദർ പെൺ വിഭാഗത്തെ അറിയിക്കുന്നത് കൊണ്ട് തന്നെ തിൽക്ക ഖിദുറുൻ എന്ന് പറയണം. 9 തിൽക്ക നാഫിദത്തുൻ, തിൽക്ക നാഫിദത്തുൻ. യെസ്. 10 10 മുതൽ 12 വരെയുള്ള നോക്കൂ. 10 തിൽക്ക ബഖറത്തുൻ എന്നല്ലേ? ബഖറത്ത് സ്ത്രീ ഭാഗത്തെ അറിയിക്കുന്നത് കൊണ്ട് തന്നെ തിൽക്ക ബഖറത്തുൻ. 11 മക്തബ്, മക്തബ് ടേബിളിനാണ് പറയുന്നത്. എന്താണ്? ദാലിക മക്തബുൻ. 12 നാഖത്ത്, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു നാഖത്തുൻ, പെണ്ണൊട്ടകത്തവയാണ് അറിയിക്കുന്നത്. തിൽക്ക നാഖത്തുൻ എന്നാണ്. തിൽക്ക നാഖത്തുൻ. ശരി, അടുത്തത് നോക്കൂ. 13 മുഹന്ദിസുൻ. നേരത്തെ പഠിച്ചതാണ്. മുഹന്ദിസുൻ. ദാലിക്ക പറയണോ അതല്ല തിൽക്ക പറയണോ? ദാലിക്ക മുഹന്ദിസുൻ. 14 മുഅദ്ദിൻ. മുഅദ്ദിനുൻ എന്നതിന് എന്ത് പറയണം? മുഅദ്ദിൻ. ദാലിക്ക മുഅദ്ദിനുൻ. 15 മുമര്രിളത്തുൻ. തിൽക്ക മുമര്രിളത്തുൻ. 12 സരീർ. സരീർ, സരീർ എന്താണ് ഓർക്കുന്നില്ലേ? സരീർ, ബെഡിന് പറയലേ. ദാലിക്ക സരീറുൻ. 17 ഹദീഖത്തുൻ. ഹദീഖത്ത്. തിൽക്ക ഹദീഖത്തുൻ. 18 തോലിബത്തുൻ. തിൽക്ക തോലിബത്തുൻ. 19 ജമൽ. ദാലിക്ക ജമലുൻ. ജമലും നാക്കത്തും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക. ജമൽ ആണൊട്ടകം, നാക്കത്ത് പെണ്ണൊട്ടകം. അപ്പോൾ ദാലിക്ക ജമൽ. 20 ബത്തത്തുൻ. ബത്തത്തുൻ. തിൽക്ക ബത്തത്തുൻ. അപ്പോൾ ഇതിൽ ഈ ഒരു തംരീനിൽ നമ്മൾ അർത്ഥം ലക്ഷ്യമാക്കുന്നത് എന്താണ്? ദാലിക്ക എവിടെ ഉപയോഗിക്കണം, തിൽക്ക എവിടെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയുമോ, അതിൻ്റെ അർത്ഥം അറിയുമോ എന്നുള്ളത് തന്നെയാണ്. ശരി, അൽ കലിമാത്തുൽ ജദീദ പെട്ടെന്ന് നമുക്ക് പറയാം. അൽ കലിമാത്തുൽ ജദീദ, ദ ന്യൂ വേർഡ്സ്. ഈ ചാപ്റ്ററിലെ പുതിയ വാക്കുകളാണ്. എന്തൊക്കെയാണ്? അൽ മുമര്രിളത്തു. അൽ മുമര്രിളത്തു നേഴ്സ്. നേരത്തെയുള്ള ചാപ്റ്ററുകൾ നമ്മളത് പഠിച്ചിട്ടില്ല. അൽ ഹദീഖത്തു, ഹദീഖത്ത് അല്ലേ, ഹദീഖത്ത് തോട്ടം. ശരി, നേരത്തെ നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളിവിടെ പഠിക്കുന്നു. അൽ ബത്തത്തു. ബത്തത്ത് എന്ന് പറഞ്ഞാൽ ബത്ത്, താറാവ് അല്ലേ. അൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് മുഅദ്ദിൻ എന്താണ് പറയുക? അൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നവൻ. അന്നാഖത്തു. അന്നാഖത്തു യാനി ഒട്ടകം, പെണ്ണൊട്ടകം. ശരി, അടുത്തത് എന്താണ്? അൽ ബൈലത്തു, കോഴിമുട്ടക്കാണ് അൽ ബൈലത്ത് എന്ന് പറയാം. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ കർത്ത് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക? മനസ്സിൽ ഹൃദ്യസ്ഥമാക്കുക. അസ്മാ ഉൽ ഇഷാറത്തിലിൽ ഖരീബ്. ഇനി നമ്മൾ ഇതുവരെ കുറേ സമയമായി നമ്മൾ പഠിച്ച ഒരു കാര്യത്തെ ആറ്റിക്കുറുക്കി നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വെച്ച് തരികയാണ്. എന്ത്? ഈ ഒരു ഭാഗത്തിലൂടെ. അസ്മാ ഉൽ ഇഷാറത്തിലിൽ ഖരീബ് എങ്ങനെയാണ് വായിക്കുക ഒന്ന് നോക്കൂ. അസ്മാ ഉൽ ഇഷാറത്തി ലിൽ ഖരീബ്, ഇഷാറത്തിൻ്റെ നാമങ്ങൾ. ലിൽ ഖരീബി, അടുത്ത്, നിയറസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അടുത്തുള്ളതിൻ്റെ അടുത്തുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാമങ്ങൾ. അസ്മാ ഉൽ ഇഷാറത്തി ലിൽ ബഈദ്, അകലെയുള്ളതിനെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ. അസ്മാ ഉൽ ഇഷാറത്തി ലിൽ ബഈദ്, അകലെയുള്ളതിനെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ. ശരി, എന്താണത് നോക്കാം. അസ്മാ ഉൽ ഇഷാറത്തി ലിൽ ഖരീബ് എന്നതിലേക്ക് കൊടുത്തത് എന്താണ്? ഹാദാ മുഹമ്മദുൻ. ഹാദാ മുഹമ്മദ്. അപ്പോൾ ഹാദാ എന്നുള്ളത് അസ്മാ ഉൽ ഇഷാറത്തി ലിൽ ഖരീബാണ്. ഹാദാ അടുത്തതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാമങ്ങളാണ്. ഇനി അത് തന്നെ സ്ത്രീ വിഭാഗമാണെങ്കിലോ അതിനെന്താ ഉപയോഗിക്കുക? സ്ത്രീ വിഭാഗമാണെങ്കിൽ അതിനുപയോഗിക്കുന്നത് ഹാദിഹി എന്നാണ്. അപ്പോൾ ഹാദ ആണ് വിഭാഗത്തെ അറിയിക്കുന്നു, ഖരീബിനാണ് ഹാദിഹി
ആൺവിഭാഗത്തെ തന്നെയാ അടുത്തത് തന്നെയാണ്, പക്ഷേ അതെന്ത് ചെയ്യുന്നു, സ്ത്രീ വിഭാഗത്തെയാണ് അറിയിക്കുന്നത്. അപ്പോൾ ഹാദ ആൺവിഭാഗത്തെയും ഹാദിഹി പെൺവിഭാഗത്തെയും അത് അടുത്തതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ശരി, മറുഭാഗത്തേക്ക് നോക്കൂ. മറുഭാഗത്ത് അസ്മാ ഉൽ ഇഷാറത്തിലിൽ ബഈദ്, അസ്മാ ഉൽ ഇഷാറത്തിലിൽ ബഈദ്, ദൂരെയുള്ളതിൻ്റെ ഇഷാറത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, ദൂരെയുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാമങ്ങളാണ്. എന്താണ്? ദാലിക ഹാമിദുൻ, ഹാമിദ് ആണാണ്, അപ്പോൾ ദാലിക ഹാമിദുൻ. എന്നാൽ താഴെ കൊടുത്തെന്താണ്? സൈനബ്, തിൽക്ക സൈനബു, തിൽക്ക സൈനബു, അത് സൈനബാണ്. അപ്പോൾ തിൽക്ക സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന സന്ദേശം എന്താണ്? ഹാദ ഹാദിഹി അടുത്തതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും ദാലിക്ക തിൽക്ക എന്നുള്ളത് അകലെയുള്ളതിനെ സൂചിപ്പിക്കുന്നതുമാണ്. ഇതിൽ തന്നെ ഹാദ എന്നുള്ളത് ആൺവിഭാഗത്തെയും ഹാദിഹി എന്നുള്ളത് പെൺവിഭാഗത്തെയും ദാലിക്ക എന്നുള്ളത് ആണിനെയും തിൽക്ക എന്നത് പെൺവിഭാഗത്തെയും സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഷാ പഠനം കൂടുതൽ എളുപ്പമാക്കി പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്.